റഷ്യയിൽ നമ്മൾ കാര്യമായിട്ട് എണ്ണ വാങ്ങിക്കുന്നുണ്ട് 2023 മുതൽ. എന്ന് വെച്ചാൽ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് മേൽ ഉപരോധമാണല്ലോ. പല രാജ്യങ്ങളും വലിയതുള്ള വിൽപ്പന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്പിൽ. സോ അതുകൊണ്ട് റഷ്യ ഇന്ത്യക്ക് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരാൻ നിർബന്ധമാകുന്നു. ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് അവിടെ നിന്ന് എണ്ണ വാങ്ങിക്കുന്നു. നമ്മളിവിടെ നിന്ന് അത് പ്രോസസ്സ് ചെയ്ത് കയറ്റി അയക്കുന്നു. കോടാനുകൂടി ലാഭം ഉണ്ടാക്കുന്നു. നമ്മളെന്ന് പറയുമ്പോൾ റിലയൻസും അല്ലെങ്കിൽ നെയാരക്ക് പോലുള്ള കമ്പനിയിലാണ് കോടാനുകൂടി ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പരിപാടി നിർത്തണം, നിങ്ങൾ റഷ്യയിൽ നിന്ന് ഇങ്ങനെ എണ്ണ വാങ്ങിച്ച് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യുന്ന പരിപാടി നിർത്തണമെന്ന് അമേരിക്ക കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ അതിന് വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് നമ്മൾ കാണുന്നത് ഇന്ത്യൻ കമ്പനികൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന പുതിയ ഓർഡറുകളൊന്നും കൊടുക്കുന്നില്ല. അവിടെ നിന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നു. ഇന്ത്യൻ ഗവൺമെൻറ് അതിനകത്തുള്ള പിന്തുണ പിൻവലിച്ചു എന്ന സംശയം എന്ന നിലയ്ക്കുള്ള പുതിയ ചില വാർത്തകൾ വരുന്നു. ഗവൺമെൻറ് ആവട്ടെ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി ഇപ്പോൾ തന്നിട്ടുമില്ല. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്ന പരിപാടി നമ്മൾ നിർത്തുകയാണോ? അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം, അമേരിക്കയുടെ സമ്മർദ്ദപ്രകാരം. കഴിഞ്ഞ ദിവസമാണല്ലോ പ്രധാനമന്ത്രി മോദി സുന്ദരനാണ്, അദ്ദേഹമായിട്ട് നമുക്ക് നല്ല ഡീൽസൊക്കെ സാധ്യമാണ് എന്ന് ട്രംപ് പറയുന്നത് കേട്ടത്. സോ അമേരിക്കയുടെ പല താല്പര്യങ്ങൾക്കും നമ്മൾ സമ്പൂർണ്ണമായും വഴങ്ങിയതിൻ്റെ ചരിത്രമുള്ളത് നമുക്കറിയാം. അമേരിക്കയോട് നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്ത് ആഞ്ഞു നിന്നിട്ടുള്ളൊന്നുമല്ല ഈ കഴിഞ്ഞൊരു 10 വർഷത്തെ കാലം എടുത്ത് നോക്കിയാൽ. സോ ഇന്ത്യ ഒരു കോംപ്രമൈസ് മൂഡിലേക്ക് മാറാൻ നിർബന്ധിതമായ പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഗവൺമെൻറ് തന്നെയാണ് അതിന് ക്ലാരിറ്റി വരുത്തുന്നത്. അജിംസ്, എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു അനിശ്ചിതത്വം കാണുമ്പോൾ തോന്നുന്നത് എന്താണ്? ഇത് ഇപ്പോൾ ഉണ്ടാകുന്ന അനിശ്ചിതത്വമല്ല, ഇന്ത്യ പിന്മാറുകയാണ് പൂർണ്ണമായും. കാരണം ഇന്ത്യയുടെ ഈ ഒക്ടോബർ മാസത്തിലെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ കൂടുതലായി ഇറാഖ്, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുകയാണ് എണ്ണ ഇറക്കുമതി. അത് പഴയ ഒരു ഡൊമൈനിലേക്ക് തിരിച്ചു പോവുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൽ ചില ശരികേടുകളുണ്ട് നിഷാദ്. കാരണം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ബഹുഭൂരിഭാഗവും ഈ നയാരയും റിലയൻസ് ആണ് അതിൽ മുൻപന്തിയിൽ. നയാരയും റിലയൻസുമാണ്. നയാര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു റഷ്യൻ കമ്പനിയാണ്, റഷ്യൻ ഓണർഷിപ്പുള്ള കമ്പനിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആലോചിക്കും, അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവരൊക്കെയും റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യാൻ 2022 ഒപ്പിട്ടതാണ് റഷ്യയുമായി. പക്ഷേ ഇവരുടെ ഈ 3 പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ എണ്ണ ഇറക്കുമതിയിൽ 10% മാത്രമേ ഈ 2022 മുതൽ 2025 വരെയുള്ള വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. 10% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അവർ വളരെ ഭയന്നാണ് അത് ഇറക്കുമതി. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം റിലയൻസും നയരും എന്താ ചെയ്യുന്നത്? ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മളിവിടെ റിഫൈൻ ചെയ്ത് ഈ പ്രൈവറ്റ് കമ്പനികളിൽ അങ്ങോട്ട് കൊടുത്ത് ലാഭം ഉണ്ടാക്കുന്നു. അതാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ഈ കരാർ ഒപ്പിട്ടിട്ടും എണ്ണ വാങ്ങേണ്ടതില്ല? അതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പല വിധത്തിലുള്ള റിസ്ക്കുകളുണ്ട്. അതിൽ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരു സാങ്ഷൻ നിലനിൽക്കെ റഷ്യയിൽ നിന്ന് ഷിപ്മെൻറ്റിൽ എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പലതരത്തിലുള്ള റിസ്ക്കുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഷിപ്പിംഗ് കമ്പനികൾക്കാണ് സാങ്ഷൻ വരുന്നത്. ആ ഷിപ്പിംഗ് കമ്പനികൾക്ക് സാങ്ഷൻ വരുമ്പോൾ അത് ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ അത്തരം എണ്ണ കൊണ്ടുവരുന്ന ഒരു തരം കള്ളക്കടത്തിൻ്റെ ഒരു ഇമേജാണ് ഉണ്ടാക്കുക. അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഇമേജിന് ദോഷം ചെയ്യും. മാത്രവുമല്ല, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഡോളറിലല്ല എണ്ണ വാങ്ങുന്നത്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർ ഡോളറിലാണ് ഈ ഇമ്പോർട്ട് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അത് പലതരത്തിലുള്ള റിസ്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ എണ്ണ വാങ്ങാതിരിക്കുന്നത്. ഈ എണ്ണ വാങ്ങുന്ന ഇവരാകട്ടെ ഇതൊരു തരം കള്ളക്കടത്തുമാര് തന്നെയാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ പറയുന്ന കാർഗോ ഷിപ്പിൻ്റെ പേര് മാറ്റുക, രജിസ്ട്രേഷൻ മാറ്റുക, ഫ്ലാഗ് മാറ്റുക, അങ്ങനെ ഒരുതരം കള്ളക്കടത്ത് മോഡലിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ റിസ്ക് വരിക ഈ ഷിപ്പിംഗ് കമ്പനികൾക്കാണ്. ഷിപ്പിംഗ് കമ്പനികളെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പോൾ ഓൾറെഡി സാങ്ഷൻ നിലനിൽക്കുമ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ ആ കപ്പലിൻ്റെ ഇൻഷുറൻസിനെ ബാധിക്കും അത്. അതുകൊണ്ട് പലതരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് അതിലുണ്ട്. ഇപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ വൻ എതിർപ്പ് ട്രംപിൻ്റെ ഇപ്പോൾ തീരുവ തുടങ്ങാനുള്ള കാരണം റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങുന്നതാണ്. ഇതിരിക്കെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം എന്തായിരുന്നു? ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ എവിടെ നിന്ന് എണ്ണ വാങ്ങണം എന്ന് തീരുമാനിക്കുക. വളരെ ഉറച്ച ബോൾഡായിട്ടുള്ള ഡിസിഷനാണ്. ഇപ്പോൾ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നപ്പോൾ റിലയൻസിന് വേണ്ടിയാണ്, നായകയ്ക്ക് വേണ്ടിയാണെന്നുള്ള വേറെ കാര്യം. നമ്മുടെ ഒരു എണ്ണ ഇറക്കുമതി സംബന്ധിച്ച ഒരു പരമാധികാരത്തെയാണ് അമേരിക്ക ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് ചുട്ട മറുപടിയാണ് വിദേശകാര്യ മന്ത്രാലയം കൊടുത്തത്. ഞങ്ങളുടെ എണ്ണ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം. അത് വളരെ ഉറച്ചൊരു നിലപാടാണ്. ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി പിന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ പിന്നോട്ട് പോക്ക് പ്രഖ്യാപിക്കുന്നത് ട്രംപാണ് എന്നുള്ളതാണ് പ്രശ്നം. മോദി അത് പ്രഖ്യാപിക്കുന്നില്ല. നമ്മളിനി റഷ്യയെ ആശ്രയിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നില്ല. സൈലൻ്റ് ആയിരിക്കെ തന്നെ ഈ ഒക്ടോബർ അവസാന 2 വാരത്തിൽ നമ്മുടെ എണ്ണ ഇറക്കുമതി നേരെ കുത്തനെ കുറയുകയും നമ്മുടെ ഡൊമൈൻ റഷ്യയിൽ നിന്ന് നേരെ ഒപെക് രാജ്യങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും? ഇത് ട്രംപ് മോദിയുമായി ഡീലാക്കി എന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഡീലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിന് പല തരത്തിലുള്ള അതിൽ താല്പര്യങ്ങളുണ്ട്. ട്രംപിൻ്റെ താല്പര്യം റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങി ഇന്ത്യൻ ഓയിൽ കമ്പനികൾ കാശുണ്ടാക്കുന്നതിൽ കുശുമ്പൊന്നുമല്ല. അമേരിക്കയുടെ താല്പര്യം എന്താണ്?
അമേരിക്ക ഇപ്പോൾ ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ്. മുമ്പ് ഓയിൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കൺട്രിയായിരുന്നു. അവർ ഷെയിൽ ഗ്യാസ് കണ്ടെത്തിയോടെ അവരിപ്പോൾ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ, ഒപ്പക്കിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതം ഞങ്ങളിൽ നിന്നും വാങ്ങൂ എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. നിങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങാതെ ഞങ്ങളിൽ നിന്നും വാങ്ങൂ എന്നാണ് അവരുടെ താല്പര്യം. ഒന്ന്. രണ്ട്, പിന്നെ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ അന്താരാഷ്ട്ര നിലപാടുകളും അതിനെ സ്വാധീനിച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EU കൂടി ഇതിൽ കുറേ കൂടി സ്ട്രോങ്ങർ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ സ്വകാര്യ എണ്ണ കമ്പനികൾ ചെയ്തിരുന്നെങ്കിൽ അവർ ഒരു പുതിയ സാങ്ഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അങ്ങനെ റഷ്യൻ എണ്ണ വാങ്ങേണ്ടതില്ല എന്ന കുറേ കൂടി സ്ട്രിക്റ്റർ നിലപാടിലേക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിലയൻസിനും നയാരയ്ക്കും ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ നിന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതയും വാതിലും അടഞ്ഞിട്ടുണ്ട്. അതും ഈ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്ന് നിർത്താനുള്ളൊരു കാരണമാണ്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഒന്ന് അമേരിക്കയുടെ പ്രത്യേകമായ സവിശേഷമായ താല്പര്യങ്ങൾ, മറ്റൊന്ന് യൂറോപ്യൻ യൂണിയൻ അതിനെടുത്തിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില പൊസിഷൻസ്, അതൊക്കെ ഇവരുടെ ഈ കച്ചവടത്തെ റിസ്കി ആക്കുന്നുണ്ട്. ഇത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, 10 നയാ പൈസയുടെ ഉപകാരം ഈ റഷ്യൻ എണ്ണ ഇറക്കുമതി എന്നുള്ളത് ഇന്ത്യക്കാരെ നമുക്കുണ്ടായിട്ടില്ല. ഈ കാലഘട്ടങ്ങളിൽ 2022 മുതൽ 2025 വരെ 3 വർഷവും നമ്മുടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൊള്ളയും പോരാഞ്ഞ് തന്നുകൊണ്ടിരുന്ന പെട്രോളിൽ എഥനോൾ ചേർത്ത് നമ്മുടെ വണ്ടി കൂടി കേടാക്കിയിട്ടാണ് മോദിയും കൂട്ടരും ഇപ്പോൾ ഈ റഷ്യൻ ഇടപാട് നിർത്തുന്നത്. യെസ്, അത് പ്രധാനപ്പെട്ടതാണ്. ദാസേ ബി പി, അമേരിക്കയായിട്ട് നമ്മളത്ര സുഖത്തിലല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. പക്ഷേ അതിൽ സെറ്റിൽ ചെയ്യാൻ നമ്മൾ കോംപ്രമൈസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു നിർബന്ധിതാവസ്ഥയാണോ? അല്ല, അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നാണ് വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇപ്പം എന്താണ് അരിന്ദം ജയ്സ്വാൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അജിം സാർ, ഇത് നമ്മളുടെ ഈ പ്രയോറിറ്റി എന്താണ് ഡ്രിവൺ ബൈ മാർക്കറ്റ് ഡൈനാമിക്സ് ആൻഡ് നാഷണൽ എനർജി സെക്യൂരിറ്റി. ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങുന്നില്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളല്ല. അത് തീരുമാനിക്കുന്ന 2 ഘടകങ്ങളിൽ, ഒന്ന് മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്, രണ്ടാമത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നാഷണൽ എനർജി സെക്യൂരിറ്റിയാണ്. അതൊരു ധീരമായ പ്രഖ്യാപനമാണ്. പോയി പണിയൊക്കെന്നാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങളെ ഡിക്റ്റേറ്റ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്നുള്ളത് മാർക്കറ്റ് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ലാഭമുള്ളത് എന്നുള്ളതാണ്. എവിടെ നിന്നാണ് എളുപ്പം കിട്ടുക, എവിടെയാണ് ലാഭമുള്ളത്. പിന്നെ എനർജി സെക്യൂരിറ്റി ഓഫ് അവർ നാഷൻ, അത് എന്താണ് പറയുക, ഒരു രാജ്യത്തിനെടുക്കാവുന്ന ഏറ്റവും ധീരമായിട്ടുള്ള, ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിലപാടാണ്. പക്ഷേ ആ നിലപാടാണോ ഇൻ പ്രാക്ടീസ് പോകുന്നതെന്ന് വെച്ചാൽ, അജിംസ് പറഞ്ഞതുപോലെ ഇപ്പം ചില റിപ്പോർട്ടുകൾ വരുന്നത് അവിടുന്ന് പുറപ്പെട്ട ചില ഓയിൽ ടാങ്കറുകൾ വഴിയിൽ കിടക്കുകയാണ്. ഇപ്പോൾ ബാൾട്ടിക് സീലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അത് ഇങ്ങോട്ട് പോരണോ തിരിച്ച് അങ്ങോട്ട് പോകണോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയം ഉണ്ടായിട്ടില്ല. റിലയൻസിൻ്റെ തന്നെ വരുന്നതിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ 50% റിലയൻസ് തന്നെയാണ് വരുന്നത്. ജാംനഗറിൽ അവരുടെ റിഫൈനറിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു പൊസിഷൻ എന്നുള്ളത് പ്രത്യക്ഷത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിൽ എഗൻ നമ്മൾ കാണേണ്ട കാര്യം, 2022 ഈ സാങ്ഷൻസ് വരുന്നത്, റഷ്യക്കെതിരായുള്ള സാങ്ഷൻസ് വരുന്നത്. അപ്പോൾ അതിനുശേഷം സാങ്ഷൻസിന് മുമ്പ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുന്നത് 50,000 ബാരൽ പെർ ഡേ, PBD എന്ന് പറയുന്ന BPD എന്ന് പറയുന്നത് 50,000 ബാരൽ പെർ ഡേ ആയിരുന്നു. പക്ഷേ ഈ സാങ്ഷന് ശേഷം അത് 1.9 മില്യൺ ബാരലായി മാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സാങ്ഷൻസ് വന്നതിന് ശേഷമാണ് വലിയ തോതിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി. അതെന്ന് വെച്ചാൽ അത് കുറഞ്ഞ റിഡക്ഷൻ റേറ്റ് ആണെന്നുള്ളതുകൊണ്ടാണ്. അതാണ് മാർക്കറ്റ് ഡൈനാമിക്സ് പറയുന്നത്. അത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലെന്താണ് ഇന്ത്യയുടെ പൊസിഷൻ? നമുക്ക് നിങ്ങളെങ്ങാണ്ട് ഒരു ഉപരോധം പ്രഖ്യാപിച്ചോളൂ, ഞങ്ങളത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നത് ഞങ്ങൾ വാങ്ങുന്നു. അതിന് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയില്ല, ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാൻ രാജ്യത്തിൻ്റെ ശേഷിയാണ്. ആ നിലക്കും ഇന്ത്യ അങ്ങനെ നിലപാട് സ്വീകരിച്ചു, അല്ലെങ്കിൽ മോഡി സർക്കാർ അങ്ങനെ നിലപാട് സ്വീകരിച്ചു. ധീരമായ നിലപാടാണത്. ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നിലനിർത്തുന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ധീരമായ നിലപാടാണ്. പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് പോകാൻ പറ്റാത്തത്? നമ്മുടെ ഇതിൻ്റെ പേരിൽ 50% എക്സ്പോർട്ട് ടാരിഫ് പ്രഖ്യാപിച്ചു അമേരിക്ക, ട്രംപ്. അത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല. നമ്മുടെ വ്യവസായത്തിന്, നമ്മുടെ എക്സ്പോർട്ടിനുണ്ടാക്കുന്ന പ്രശ്നം ചില്ലറയല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതൊക്കെ മോഡിയെക്കുറിച്ച് ട്രംപ് എന്താ പറഞ്ഞത്, നൈസസ്റ്റ് ലുക്കിംഗ് ഗൈ ആണ്, കില്ലർ, ടഫർ ലൈക്ക് ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട് മോഡിയെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി നോക്കി, അദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഒരു ഡീലിലേക്ക് എത്താൻ പോകുമ്പോൾ ആ പ്രസിഡൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ആളെക്കുറിച്ച്, ഇപ്പോൾ കഴിഞ്ഞ ഷർം ഷെയ്ഖ് ഉച്ചകോടിയുടെ സമയത്ത്
ഷെയ്ഖ് തമീമിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. ടെറിഫിക് അയ്യോ, അങ്ങനെ ഒരു രാഷ്ട്രത്തലവൻ മറ്റു രാഷ്ട്രത്തലവൻ അത്രയും സംസാരിച്ചാൽ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല എർദോഗാനെ കുറിച്ച്. പിന്നെ മുമ്പ് സ്ഥിരം പറയുന്ന കാര്യമാണ്, ഐ ഗെറ്റ് അലോങ് വിത്ത് ടഫർ ഗൈസ്, ഐ ലൈക്ക് ടഫർ ഗൈസ്. അപ്പോൾ ടഫർ ഗൈസാണ് എനിക്കിഷ്ടം. ഐ ഡോണ്ട് ലൈക്ക് വീക്ക് പീപ്പിൾ. അപ്പോൾ മോഡി എന്താണ്, കില്ലർ, ടഫ് ലൈക്ക് ഹെൽ എന്നൊക്കെ പറയുമ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് നല്ലതാണ്. ട്രംപ് ഇദ്ദേഹം ടഫ് ലൈക്ക് ഹെൽ എന്നൊക്കെ ഉള്ള ആളെന്ന് പറയുമ്പോൾ ഈസ് എ അയൺ മാൻ, ലോഹ പുരുഷാണ് എന്നുള്ളൊരു സംഗതി തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പം മോഡി നൈസസ് ലുക്കിംഗ് ഗൈ ആണ്, കില്ലറാണ്, ടഫ് ലൈക്ക് ഹെൽ ആണെന്നൊക്കെ ട്രംപ് പറയുമ്പോൾ എന്തോ ഡീലായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ കപ്പലൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അത് പുറമേക്ക് പറയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ മിക്കവാറും അജിംസ് പറഞ്ഞതുപോലെ ഇത് നിർത്താൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇന്ത്യ ചോദിക്കുന്ന ചോദ്യങ്ങൾ, നിങ്ങളെന്താ ഈ ഷീ ജിൻപിങ്ങുമായിട്ട് ട്രംപ് ഇരിക്കുകയാണ്, അവരുടെ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കുന്നു. നമ്മളെക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ ആരെടുക്കുന്നുണ്ട്? ചൈന എടുക്കുന്നുണ്ട്. അവരോട് നിങ്ങളിത് പറയുന്നില്ലല്ലോ. പറഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഷീ ജിൻപിങ്ങും വാങ്ങുന്നു കുറയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. ഷീ ജിൻപിങ് പറയുന്നില്ല. ഇതിൽ ചൈനയെ ഇന്ത്യയെ വരട്ടി നിർത്തുന്ന പോലെ ചൈനയെ വരട്ടി നിർത്താൻ ട്രംപിന് സാധിച്ചൊന്നുമില്ല. പക്ഷെ മോഡിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ എടുത്ത ഈ ഒരു തീരുമാനം, നിങ്ങൾ റഷ്യക്കെതിരെ സാങ്ഷൻസ് വെച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങളോട് എണ്ണ വാങ്ങരുത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങും, ഞങ്ങളുടെ നാഷണൽ എനർജി സെക്യൂരിറ്റിക്കാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ധീരമായൊരു നിലപാട് മോഡിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഗംഭീരമായിട്ട് സെല്ല് ചെയ്യാവുന്ന ഒരു നിലപാടല്ലേ. അതെന്താ സെല്ല് ചെയ്യാത്തത്? ആ സെല്ല് ചെയ്യാത്തതിന് കാരണം നേരത്തെ അജിംസ് പറഞ്ഞാണ്, ഇതിൻ്റെ ഒരു ഉപകാരം നാട്ടുകാർ കിട്ടുന്നില്ല എന്നാണ്. ഇത്രയും ഗംഭീരമായൊരു സംഗതി ചെയ്തിട്ട് ഇത്ര റിഡക്ഷൻ റേറ്റിൽ ഇത്രയും എണ്ണ ഇവിടെ കൊണ്ടിരുന്നു. അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട്, അമേരിക്ക മൈൻഡ് ചെയ്യാതെ റിഡക്ഷൻ റേറ്റിൽ ഇവിടെ എണ്ണ കൊണ്ടുവരുന്നു. നാട്ടുകാർക്ക് എന്ത് ഉപകാരം? പമ്പിൽ പെട്രോൾ സ്കൂട്ടറുമായിട്ട് പോകുന്ന ഒരാൾക്ക് ഇതുകൊണ്ട് എന്ത് ഉപകാരം എന്ന് വെച്ചാൽ അത് കിട്ടുന്നില്ല. അതാർക്കാണ് കിട്ടുന്നത്? അത് നമ്മുടെ ട്രഷറിയെ ശക്തിപ്പെടുത്തുന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ട്രഷറി ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഗുണം നാട്ടുകാർക്ക് കിട്ടണ്ടേ? അതാണ് ഒരു പൊസിഷൻ, ഞാൻ പറഞ്ഞൊരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ എടുത്തത് ശക്തമായ ധീരമായ നിലപാടായിരുന്നു. പക്ഷേ അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ എന്ന കാര്യത്തിൽ ഇപ്പോൾ എന്തോ ഒരു തരം വീക്ക്നെസ് കാണുന്നെന്നാണ് തോന്നുന്നത്. യെസ്. അപ്പോൾ ഇന്ത്യ അമേരിക്കയോട് അക്കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തോന്നാണ് നമുക്കിനി വ്യക്തത വരുത്തേണ്ടുന്ന കാര്യം. ഒരു കാര്യം ശരിയാണ്, ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങിയാലും എവിടെ നിന്ന് വാങ്ങിച്ചാലും നാട്ടുകാർക്ക് എന്താണെന്നുള്ള ക്വസ്റ്റനുകളുണ്ട്. നമുക്കിപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് 105 കൊടുക്കണം 1 ലിറ്റർ പെട്രോൾ അടിക്കാൻ. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡിൻ്റെ വില കുറയുന്നു, 105 കുറയുന്നില്ല. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് റഷ്യ തരുന്നു, നമുക്ക് 105 കുറയുന്നില്ല. 20% എഥനോൾ ചേർക്കുന്നു, നമുക്ക് 105 കുറയുന്നില്ല. പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചാൽ എന്താണെന്നുള്ള കോമൺ മാൻ്റെ ക്വസ്റ്റ്യൻ അവിടെ കിടക്കുകയും ചെയ്യാം.